മുത്തച്ഛന് ഇതെന്താ പറ്റിയത്? കണ്ണ് നിറഞ്ഞിരിക്കുന്നല്ലോ. എന്താ മുത്തച്ഛ? സങ്കടപ്പെടാനും മാത്രം എന്താ ഉള്ളത്? സ്വാതി ഓക്കെ ആയി തിരിച്ചു വന്നില്ലേ? ഇനി കുറച്ച് ട്രീറ്റ്മെന്റ്, അത് കഴിഞ്ഞ അവക്ക് എന്താ പ്രശ്നം? ഒന്നുമില്ല അല്ലേ? ഇനിയും എന്തെങ്കിലും സംഭവിച്ചു പോകുന്നുള്ള പേടിയാണോ മുത്തച്ഛന്? ഇതിൽ കൂടുതൽ ഇനി എന്ത് സംഭവിക്കാനാ മോനെ? എന്തിനാ മോനെ നീ മുത്തച്ഛനിൽ നിന്നും അത് ഒളിപ്പിക്കാൻ നോക്കുന്നത്? മുത്തച്ഛനെ സങ്കടപ്പെടുത്തേണ്ടെന്ന് കരുതിയാണ്? അതോ കുറച്ചു സമയം കൂടി മുത്തച്ഛൻ സന്തോഷത്തോടെ കഴിയട്ടെന്ന് കരുതിയാണ്? പ്രഭയുടെ മുഖം കണ്ടപ്പോൾ തന്നെ ഞാൻ ചിലതൊക്കെ ഊഹിച്ചതാ. ഇപ്പൊ എനിക്ക് വ്യക്തമായി. ശ്രീകുട്ടി ജീവിതകാലം മുഴുവൻ ഈ കിടപ്പിൽ കഴിച്ചു കൂട്ടണമല്ലേ? ആരാ മുത്തശ്ശന്റെ അടുത്ത് പറഞ്ഞത്? പ്രഭയങ്ങള് പറഞ്ഞോ? ആര് പറഞ്ഞാലെന്താ? സത്യം അതല്ലതാകൂ. എങ്ങനെ എനിക്കിത് പറയാൻ കഴിയും മുത്തച്ഛ? ചേച്ചിക്ക് അങ്ങനെ ഒരു വിധി ഉണ്ടാവില്ല. 2 തവണ മരണം മുന്നിൽ വന്നിട്ടും ചേച്ചിയെ ദൈവം നമുക്ക് വിട്ടു തന്നില്ലേ? ചികിത്സയും പ്രാർത്ഥനയും കൊണ്ട് ചേച്ചി പൂർണ്ണമായിട്ട് സുഖപ്പെടും. നമ്മളോട് ഇത് ചെയ്തത് ആരായാലും അവരുടെ മുന്നിൽ നമ്മൾ തോറ്റു കൊടുക്കില്ല. നീ പറഞ്ഞത് ശരിയാ മോളെ. നമ്മളെ കൂടുതൽ തളർത്താനാ ശത്രു ശ്രമിക്കുന്നത്. അത് കണ്ടവൾക്ക് ആനന്ദിക്കണം. മുത്തശ്ശൻ തളർന്നു പോയാ മറ്റുള്ളവർക്ക് ധൈര്യം കൊടുക്കാൻ ആരാ ഉള്ളത്? കഴിയുന്നില്ല മോളെ. ഈ ഷോക്കിൽ നിന്ന് മനസ്സൊന്ന് നോർമലായി വരട്ടെ. തുടർ ട്രീറ്റ്മെന്റിനെ പറ്റി നമുക്ക് ആലോചിക്കാം. മുത്തച്ഛനിത് മനസ്സിൽ വെച്ചിരുന്നാ മതി. സഞ്ജു, നിന്നെ സ്വാതി അന്വേഷിക്കുന്നുണ്ട്. അമ്മ ഒന്ന് കിച്ചണിലേക്ക് വാ. കാവിരപ്പിച്ച് ഇതുവരെ വന്നിട്ടില്ല. രാജുട്ടൻ ചെല്ല്, ഞാൻ വരാം. ശരി. മുത്തശ്ശനോട് ആരാ ഇത് പറഞ്ഞത്? ആ സ്ത്രീ മുത്തശ്ശനെ വിളിച്ചോ? വിളിച്ചു. അവള് നമ്മൾ കരുതുന്ന പോലൊരു സ്ത്രീ അല്ല മോളെ. അവളുടെ ആളുകൾ എല്ലാ സ്ഥലത്തുമുണ്ട്. ഹോസ്പിറ്റലിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം അവൾ അപ്പോഴപ്പോഴറിയുന്നുണ്ട്. വിടാതെ പിന്തുടർന്ന് വേട്ടയാടുകയാണ് അവൾ. ശ്രീകുട്ടിയെ കൊണ്ട് എവിടെ പോയാലും പിന്നാലെ അവളുണ്ടാവും. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ കാത്തുരക്ഷിക്കണേ. ദിനേശ്, ശബരിമല ദർശനം കഴിഞ്ഞെത്തിയല്ലോ. ഇവിടെ ആരും ഇല്ലേടാ. ശരണം വിളിച്ചിട്ട് ആരെയും പുറത്ത് കാണുന്നില്ല. കാവേരി എവിടെ? കാവേരി അപ്പച്ചിയും ശ്രീദേവിയമ്മയും ക്ഷേത്രത്തിൽ പോയിരിക്കുക. വലിയ പൂജകളൊക്കെ സ്വാതിയുടെ പേരിലുണ്ട്. ഞാൻ മലയ്ക്ക് പോയത് അവൾക്ക് വേണ്ടിയല്ലടാ, അവളെ ജീവനോടെ കിട്ടാൻ. പിന്നെ എന്റെ വ്രതവും പൂർത്തിയായി. എന്നാ പിന്നെ കാവ്യവേഷമെല്ലാം മാറാലോ. പിന്നല്ലാതെ. നീ എന്താ കരുതിയത്? ഉള്ള കാലം മുഴുവൻ ഞാൻ കാവ്യം ധരിച്ച് നടക്കുന്നു. പിന്നെ സ്വാതി ഡിസ്ചാർജ് ചെയ്ത വിവരം അങ്ങൾ അറിഞ്ഞല്ലോ.
ഞാൻ സഞ്ജുവിനെ വിളിച്ചപ്പോ അറിഞ്ഞു. 18-ാം പടി തൊഴുത് ഇറങ്ങിയ ശേഷം ആദ്യം വിളിച്ചത് സഞ്ജുവിനെയാ. എന്റെ പ്രാർത്ഥന അയ്യപ്പസ്വാമി കേട്ടു. സ്വാമി ശരണം. ദിനേശ് ഞങ്ങൾ കാവര്യപ്പച്ചിയോടൊപ്പം ക്ഷേത്രത്തിൽ പോയിന്നാ സ്വാതിയോട് പറഞ്ഞിരിക്കുന്നേ. ഞാൻ അവൾക്ക് വേണ്ടി മല കയറിയതിന് ആരും വിലതരില്ലെന്ന് എനിക്കറിയാമടാ. സാരമല്ല, പോട്ടെ. ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നും എനിക്കില്ല. ഇനി ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് വേണം അവളെ പോയി ഒന്ന് കാണാൻ. പ്രസാദവും കൊടുക്കണം. ദിനേശ് ഞങ്ങളെ എന്താടാ? സ്വാതി പറയുന്നത് അവളുടെ 2 കാലും ചലിപ്പിക്കാൻ പറ്റുന്നില്ലെന്നാ. കാലുകൾ ഉണ്ടോന്ന് പോലും അവൾക്ക് അറിയില്ലത്രേ. നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? എനിക്ക് ഈ സംശയം മറ്റാരോടും പറയാനുള്ള ധൈര്യം ഇല്ലാത്തോണ്ടാ ദിനേശ് ഞങ്ങളോട് ചോദിച്ചത്. ഒരു കാലിലെ പ്ലാസ്റ്റർ ഉണ്ടായിരുന്നു. ആ കാല് പ്ലാസ്റ്റർ ഇട്ട് കിടന്നപ്പോ മരവിച്ചു പോയെന്നെങ്കിലും പറയാം. പക്ഷേ മറ്റേ കാലം ചലിക്കില്ലെന്ന് പറഞ്ഞ അവൾ അങ്ങനെ പറഞ്ഞു? അവൾ എല്ലാവരോടും ഇത് തന്നെ പറയുന്നേ. സഞ്ജു പറഞ്ഞത് കുറച്ച് ദിവസങ്ങൾ കഴിയാതെ പഴയ സ്ഥിതിയിലേക്ക് വരില്ലെന്നാ. ദിനേശ് ഞങ്ങൾ ഒരിക്കൽ ബൈക്ക് ആക്സിഡന്റ് ആയി കാല് പൊട്ടിയതല്ലേ? 2 തവണ പ്ലാസ്റ്റർ ഇട്ടു. ഇതുപോലൊരു അനുഭവം അങ്ങളുണ്ടായിരുന്നോ? 2 കാലും സ്തംഭിച്ച പോലെ. ഇല്ലടാ, ചൊറിച്ചിൽ സഹിക്കാൻ വയ്യാതെ ഞാൻ എന്തുമാത്രം ബുദ്ധിമുട്ടിയെന്നോ. അവൾ എന്താടാ രാജു അങ്ങനെ പറയാൻ? പ്ലാസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞ് അങ്ങനെ വരില്ല. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. സഞ്ജു അപ്പർ റൂമിൽ പോയതാ. പ്രഭയങ്ങളും വല്യപ്പച്ചിയും സ്വാതി വന്നതിന് ശേഷം പിന്നെ പുറത്തു വന്നിട്ടില്ല. എന്റെ അയ്യപ്പസ്വാമി. അങ്കിളെ, ഞാനിങ്ങനെ പറഞ്ഞതായിട്ട് ദിനേശ് ഞങ്ങൾ ആരോടും പറയരുത്. ചിലപ്പോ സഞ്ജു പറഞ്ഞതുപോലെ ഫിസിയോതെറാപ്പി ചെയ്യുമ്പോൾ എല്ലാം ശരിയായേക്കാം. സഞ്ജു പറയും പോലെയൊന്നും അല്ല. സർജറി കഴിഞ്ഞ് പ്ലാസ്റ്റർ ചെയ്ത കാലില് മരവിപ്പുണ്ടാവാം. പക്ഷെ മറ്റേ കാലിന് എന്ത് സംഭവിക്കാനാ? എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് കൂട്ടുന്ന. നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ ഞാനോ പ്രഭയങ്ങളോ ഇങ്ങനെ ഇരിക്കോ? നീ അത് മാത്രം ഒന്ന് ആലോചിച്ച് നോക്ക്. എങ്കിൽ നിന്നെ കൊണ്ട് ഞങ്ങൾ വീട്ടിലേക്കാവില്ല വരിക. ഏറ്റവും വലിയ ഹോസ്പിറ്റലിലേക്കായിരിക്കും പോവുക. എന്നാ ശരിയല്ലേ? അത് ശരിയാ. ആ, പിന്നെ എന്തിനാ ഈ സംശയങ്ങള്? അരയ്ക്ക് താഴേക്ക് ഉണ്ടോന്ന് പോലും അറിയാത്തൊരവസ്ഥ അനുഭവിച്ചവർക്കേ അറിയൂ. നമ്മുടെ ദേഹത്തെന്തോ ഭാരം വെച്ച് കെട്ടി വലിക്കുന്നത് പോലെ കാലുകൾ വലിക്കുമ്പോ തോന്നുന്ന. ഞരമ്പുകളിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടി വരുമ്പോ അത് വെച്ച് കെട്ടിയതല്ലെന്ന് നിനക്ക് മനസ്സിലായിക്കോളും. ആ, ദേ നീ അന്വേഷിച്ച ആള് വന്നല്ലോ. ആ, നിന്റെ പണിയൊക്കെ കഴിഞ്ഞപ്പോ നീ വന്നല്ലേ? ചേച്ചി വന്നപ്പോ ഞാനിവിടെ ഉണ്ടായിരുന്നല്ലോ. സഞ്ജു, എന്നൊന്ന് എഴുന്നേൽപ്പിച്ചിരുത്ത്. അമ്മു, നീയും വാ. തന്നെ ഇരിക്കമ്മോ. ഹോസ്പിറ്റലിൽ പോലും അമ്മയെ പേടിച്ച് നീ എന്നെ കാണാൻ വന്നില്ല. എനിക്കിങ്ങനെ ഇരിക്കാനും ഒരു ഭാഗ്യം വേണം അല്ലേ സഞ്ജു? എന്റെ ഇരുവശത്തുമായി നിങ്ങൾ രണ്ടുപേരും. അല്ലെങ്കിൽ സഞ്ജുവിന്റെ മുന്നിൽ വരുന്നവളല്ല അമ്മു. എന്ന് നിങ്ങൾ എന്റെ കൂടെ ഇങ്ങനെ ഉണ്ടാവില്ലേ? എന്താ നിനക്കതിൽ സംശയമുണ്ടോ?
സഞ്ജു ഉണ്ടാവുമെന്ന് എനിക്കറിയാം. പക്ഷെ ഇന്നും ഇവള് നമ്മുടെ കൂടെ നിർത്തിക്കൊണ്ടു പോകാൻ പറ്റില്ലല്ലോ. ഇവൾക്കും വേണ്ടി ഒരു ജീവിതം. ഓ, അത് പറഞ്ഞില്ല. ഉടനെ അവൾക്ക് സങ്കടമായി. ഇനി നിന്റെ സങ്കടമൊന്നും ഞാൻ കാര്യമാക്കാൻ നോക്കുന്നില്ല. കേട്ടോ സഞ്ജു, ഞാൻ നടന്നു തുടങ്ങിയ നമ്മുടെ കല്യാണത്തിന് മുഹൂർത്തം കുറിക്കണമെന്ന് മുത്തശ്ശി പറയുന്നു. ഞാൻ എപ്പോഴും അതിന് തയ്യാറാ. നാളെ എങ്കിൽ നാളെ. അയ്യടാ, അതിന് ഞാൻ വീൽ ചെയറിലിരുന്ന് വേണ്ടേ കതിർ മണ്ഡപത്തിലോട്ട് വരാൻ? അതിനൊന്നും എന്നെ കിട്ടില്ല. വിവാഹത്തെക്കുറിച്ച് എനിക്ക് കുറെ സ്വപ്നങ്ങളുണ്ട്. ചേച്ചിയുടെ ഒരു സ്വപ്നവും വെറുതെ ആവില്ല. ചേച്ചി ആഗ്രഹിച്ചതുപോലെ ഒരു വിവാഹമായിരിക്കും അത്. അതാവണല്ലോ. നമ്മൾ കണ്ടതൊന്നും പാഴ് സ്വപ്നങ്ങളാവില്ല. കുറച്ച് നാളുകൾ കൂടി കാത്തിരിക്കണമെന്ന് മാത്രം. ആ അതെ. പക്ഷെ എന്റെ അനിയത്തിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആവണ്ടേ? എനിക്ക് ആക്സിഡന്റ് പറ്റാതിരുന്നെങ്കിൽ എന്നെ ഇവള് പറയാൻ മടിക്കുന്ന ഇവളുടെ ഭർത്താവിനെ ഞാൻ കണ്ടെത്തിയനെ. ഒരു നോട്ടത്തിനിടയിലാ എനിക്ക് അയാളുടെ മുഖം മിസ്സായത്. അയാളുടെ കയ്യിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങാനുള്ള ലീഗൽ പ്രൊസീജിയേഴ്സ് ഇപ്പൊ തുടങ്ങായിരുന്നു. സത്യത്തിൽ അയാളത് ആഗ്രഹിക്കുന്നുണ്ടാവും. ആഗ്രഹിക്കാത്തത് ഇവളാ. ചേച്ചി ഇത്രയും കഷ്ടപ്പെടുമ്പോഴും അതിനു വേണ്ടിയുള്ള ഓട്ടത്തിന്റെ ഇടയിൽ എനിക്ക് ആക്സിഡന്റ് പറ്റിയിട്ടും അയാൾ ആരാണെന്ന് പറയാൻ എന്തിനാ സഞ്ജുവള് മടിക്കുന്നേ? അപ്പൊ ഞാനാണോ അയാളാണോ ഇവൾക്ക് വലുത്? നീ എന്തിനാ അവളെ വേദനിപ്പിച്ചത്? അത് നീ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോ. അതിലൊരു തെറ്റ് ഞാൻ കാണുന്നില്ല. അമ്മ പറയുന്നതും ശരിയല്ലേ? അമ്മ അവളുടെ ഭർത്താവ് ആരാണെന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് അയാളെ തേടി ഓടേണ്ടി വരുമായിരുന്നോ? ഡിവോഴ്സ് വേണ്ടി വന്ന അത് അയാളുടെ ഫാമിലി ലൈഫിനെ ബാധിക്കുമെന്ന് കരുതിയ അവൾ പറയാതിരിക്കുന്നതെന്ന് എനിക്കറിയാം. രക്ഷിച്ചവനെ ശിക്ഷിക്കാൻ പാടില്ലെന്ന നിലപാട് അവൾക്ക്. അയാളെ ഞാൻ കണ്ടെത്തും സഞ്ജു. അതിന് വേണ്ടതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ വിവാഹത്തിന് മുമ്പ് എനിക്ക് അമ്മൂനെ ഒരു നല്ല പയ്യന്റെ കയ്യിൽ ഏൽപ്പിക്കണം. നിന്റെ കല്യാണം കഴിഞ്ഞാലും നീ അമ്മൂനെ കൂടെ കൊണ്ട് നടക്കുമെന്ന് ചോദിക്കുന്നവരോടുള്ള എന്റെ മറുപടി ആവണം അത്. അതിന് സഞ്ജു എന്റെ കൂടെ നിൽക്കില്ലേ? നിന്റെ കൂടെ എന്തിനും ഞാനുണ്ടാവില്ലേ? അമ്മൂന്റെ വിവാഹം നമ്മുടെ വിവാഹത്തിന് മുമ്പ് നടത്തണം. സഞ്ജു എനിക്ക് തരുന്ന വിവാഹ സമ്മാനമായിരിക്കും അത്. വാക്ക്. അങ്കിളെ, സ്വാതിയെ കണ്ടിരുന്നോ? ഞാൻ ശ്രീകുട്ടിയുടെ അടുത്ത് കുറെ നേരം ഇരുന്നടാ. നീ പറഞ്ഞതുപോലെ എനിക്കും ചില സംശയങ്ങളുണ്ട്. അരയ്ക്ക് കീഴ്പോട്ട് തളർന്നുപോയെന്ന് അവള് പറയുന്നത്. ഇവിടെ മറ്റാരും അത് മനസ്സിലാക്കുന്നുമില്ല.
എല്ലാവരും അവളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് വെച്ചിരിക്കുന്നത് പ്ലാസ്റ്റർ ഇട്ടതുകൊണ്ടാണെന്ന് മുത്തശ്ശന്റെ അനുഭവം അവളോട് പറഞ്ഞു. ഞാൻ എങ്ങനെ പ്രബേട്ടനോട് സഞ്ജുവിനോട് ഇക്കാര്യം ചോദിക്കും? ഇതങ്ങനെ ചോദിക്കാൻ പറ്റുന്ന കാര്യമാണോ? അല്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രഭയങ്ങളും സഞ്ജുവോ സ്വാതി ഡിസ്ചാർജ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരുമോ? ഏറ്റവും നല്ല ഹോസ്പിറ്റലിലേക്കല്ലേ അവളെ കൊണ്ടുപോവാ? നീ പറഞ്ഞതും സത്യമാ. നമ്മൾ സംശയിക്കുന്ന പോലെ കാര്യങ്ങളെങ്കിൽ പ്രബേട്ടൻ മകളെ അമേരിക്കയിൽ കൊണ്ടുപോയി ചികിത്സിക്കാനും തയ്യാറാവും. അതിനുള്ള കഴിവും പ്രാപ്തിയും പ്രബേട്ടനുണ്ട്. സഞ്ജു എന്തിനു മുന്നിൽ തന്നെ ഉണ്ടാവും. ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. ശ്രീകുട്ടി പറഞ്ഞ ലക്ഷണങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അവൾക്ക് പാരാലിസിസ് ആയിരുന്നു. അതവൾ മനസ്സിലാക്കിയിട്ടുമില്ല. അങ്ങനെയാ സഞ്ജുവും പ്രബേട്ടനും അവളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത്. പാവം കുട്ടി. ഒന്നിനു പിറകെ 2 അറ്റാക്കുകളാ അവൾക്ക് നേരെ ഉണ്ടായിരിക്കുന്നത്. ആരെന്തു പറഞ്ഞാലും അത് വിശ്വസിക്കാനല്ലേ അവൾക്ക് കഴിയൂ. പക്ഷെ നല്ല ആത്മവിശ്വാസം അവൾക്കുണ്ട്. ഞാൻ എഴുന്നേറ്റ് നടക്കും ചെറിയച്ച എന്ന് പറഞ്ഞപ്പോ ശരിക്കും എന്റെ കണ്ണു നിറഞ്ഞുപോയി. അവള് നടന്നു തുടങ്ങിയ ഉടൻ വിവാഹ തീയതി കുറിക്കാനിരിക്കുക എല്ലാവരും. അമ്മ എന്നോടും അത് പറഞ്ഞു. എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് ഈശ്വരന് മാത്രമേ അറിയൂ. സഞ്ജു ഇനിയൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടാൻ പാടില്ലെന്ന ശാസ്ത്രികളുടെ വിധി മാനിക്കാതെയാ സ്വാതിയുമായിട്ടുള്ള അവന്റെ വിവാഹം ആദ്യം ഉറപ്പിച്ചത്. പ്രഭേട്ടന് അമേരിക്കയിൽ പോകേണ്ടി വന്നുകൊണ്ടല്ലേ വിവാഹം മാറ്റിവെച്ചത്? ആ, എന്നിട്ട് പ്രഭയങ്ങള് സ്വാതിയുടെ വിവാഹം നടത്താൻ വരാനിരിക്കുകയല്ലേ അവൾക്ക് ഈ ആപത്ത് വന്നത്. വീണ്ടും വിവാഹത്തെപ്പറ്റി സംസാരം വന്നപ്പോ തന്നെ സ്വാതി കിടപ്പിലുമായി. ഇതൊക്കെ ആരുടെങ്കിലും പകുകൊണ്ട് സംഭവിക്കുന്നതാണെന്ന് ദിനേശങ്ങൾ തോന്നുന്നുണ്ടോ? ഒരാൾ കൊല്ലാൻ നോക്കിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? മരിക്കേണ്ട ആളുടെ സമയമാവണ്ടേ? സഞ്ജുവിന്റെ രക്ഷ അമ്മു കഴുത്തിലടിഞ്ഞ താലിയ. അതവള് കഴുത്തിൽ നിന്ന് ഊരാതെ നടക്കുന്നത് സഞ്ജുവിനോടുള്ള ഇഷ്ടം കൊണ്ടോ അവന്റെ കൂടെ ജീവിക്കാനുള്ള മോഹം മനസ്സിലുള്ളത് കൊണ്ടോ അല്ല. അവനെ ബാധിച്ചിരിക്കുന്ന പ്രാണഭീതി ഒഴിഞ്ഞു പോവാനാ. അല്ലെങ്കിൽ സ്വാതി ആരാണെന്നറിഞ്ഞ നിമിഷം അവളത് അഴിച്ചു മാറ്റിയേനെ. പലരുടെയും പഴയ അമ്മു ഏറ്റുവാങ്ങുന്നത് ആ താലി അവളുടെ കഴുത്തി കിടന്നിട്ടാ. സത്യം എന്താണെന്ന് അവൾക്കറിയുന്നവർക്ക് മാത്രമേ മനസ്സിലാവൂ. രാജു പറഞ്ഞത് ശരിയാ. സഞ്ജു സ്വാതിയെ താലി കെട്ടിയ അമ്മുവിന്റെ താലിക്ക് വിലയില്ലാതാവും. പിന്നെ അവൻ ആപത്തുകൾ വരാൻ പോകുന്നേ. ശ്രീദേവിയമ്മ സഞ്ജുവിനെയും കൂട്ടി പെരുവണ്ണാപുരത്തെ ക്ഷേത്രത്തിൽ പോയത് എന്തിനാ? അവന്റെ പ്രാണഭീതിക്ക് ദേവിയുടെ പ്രീതി നേടാനാ അല്ലേ? അമ്മു എന്ന ലക്ഷ്മി ഈ വീട്ടിൽ വെറുതെ വന്നതല്ല. അവൾ ആരാണെന്ന് ശ്രീദേവിയമ്മ തിരിച്ചറിഞ്ഞ ഞാൻ പറഞ്ഞതിനേക്കാളെല്ലാം ശ്രീദേവിയമ്മയ്ക്ക് പറയാനുണ്ടാവും. മംഗലശ്ശേരി വീടിന്റെ രക്ഷയായി ഇപ്പൊ അമ്മു. പിന്നെ അവള് കഴുത്തിലണിഞ്ഞിരിക്കുന്ന ആ താലിയും. അമ്മൂനോട് ഞാൻ പറഞ്ഞതുപോലെ അല്ലല്ലോ മല്ലികാന്റി. പക്ഷെ എനിക്കിപ്പോഴും മല്ലികാന്റി പറഞ്ഞത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. മനുവിനെ ഞാൻ വിളിച്ചതല്ലേ, എന്നിട്ട് ഇങ്ങനൊരു കാര്യം മനു എന്നോട് പറഞ്ഞില്ലല്ലോ. സഞ്ജുവിന്റെ എന്ത് കാര്യവും മനു എന്നോട് പറയാതിരിക്കില്ല. അതിന് ഈ വിവരം സഞ്ജു മനുവിനോട് പറയണ്ടേ? സഞ്ജുവും സ്വാതിയുടെ അച്ഛനും വീട്ടുകാര് പോലും അറിയാതെ ഈ വിവരം മറച്ചു വെച്ചിരിക്കുക. സ്വാതി പാരലൈസ്ഡ് ആയെന്ന് എപ്പോഴായാലും വീട്ടുകാർ അറിയേണ്ടതല്ലേ? മോൾക്കത് ഊഹിച്ചൂടെ? ഉടനെ ഒരു ദുരന്ത വാർത്ത കൂടി പുറത്തു വിടണ്ടെന്ന് അവര് കരുതി കാണും. ഇങ്ങനൊരവസ്ഥയില് സഞ്ജുവിന്റെ സ്വാതിയുടെയും വിവാഹം നടന്നാൽ തന്നെ എങ്ങനെ അവൾക്കൊരു കുഞ്ഞിന്റെ അമ്മയാവാൻ പറ്റും? എല്ലാ ഭാഗവും നമ്മളൊന്ന് ആലോചിക്കണ്ടേ മോളെ? ആ കുടുംബത്തിലെ
ആകെയുള്ളൊരു പ്രതീക്ഷയായിരുന്നു സഞ്ജു സ്വാതി. മറ്റാർക്കും കുഞ്ഞുങ്ങളുമില്ല. ചുരുക്കി പറഞ്ഞ മംഗലശ്ശേരിയിൽ ഇനി ഒരു കുഞ്ഞിക്കാലി പിറക്കാൻ ഞാൻ നോക്കിയിട്ട് ഒരു സാധ്യതയും കാണുന്നില്ല. ഇനി എങ്ങനെ സംഭവിക്കണമെങ്കിൽ സഞ്ജു സ്വാതിയെ മാറ്റി നിർത്തി മിക്കവാറും മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടേണ്ടി വരും.